ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം ഒരു ബാംഗ്ലൂർ ഡേയ്സ് ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അപ്പോൾ രാത്രിയാണ് ബസ് കയറിയത്. രാത്രി ബസ് കയറി സുഖമായി ഉറങ്ങി രാവിലെ ബാംഗ്ലൂർ എത്തി. അങ്ങനെ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോയി കോഴി വാങ്ങാനാണ് പോയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് മീനുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ മീൻ മുറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. രാവിലത്തെ ബിസി കാഴ്ചകളായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ആൾക്കാർ ജോലിക്ക് പോകുന്നതും അങ്ങനെ മൊത്തത്തിൽ ഒരു ബഹളമയം തന്നെ ആയിരുന്നു. വഴിയരികിൽ ഇങ്ങനെ കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സും മുട്ടയും പിന്നെ അതുപോലെ തന്നെ പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ഇഷ്ടമായത് കൊണ്ട് തന്നെ എവിടെ പോയാലും മൃഗങ്ങളെ കണ്ടാൽ അതിൻ്റെ ക്യാമറയിൽ പകർത്താറുണ്ട്. അങ്ങനെ ഒരു പശുവിനെയും അതുപോലെ തന്നെ ഒരു നായ്ക്കുട്ടിയെയും കണ്ടു. നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഗണപതിയുടെ അമ്പലവും കാണാം. ആ കാണുന്നതാണ് ഗണപതിയുടെ അമ്പലം. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ആയിരുന്നു. പിന്നെ പൂരി ഉണ്ടായിരുന്നു. ഞാൻ പുട്ടും കടലയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റി പുട്ടും കടലയുമായിരുന്നു. ഉച്ചക്കത്തെ ഊണിന് നല്ല സൂപ്പർ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തണുപ്പത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടെ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ഗോലി ബജിയും പിന്നെ പരിപ്പ് വടയും അതുപോലെ തന്നെ മുട്ട ബജി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ചട്നി ഉണ്ടായിരുന്നു. അപ്പം ഈ ഗോളി ബജിയും പരിപ്പ് വടയും മുട്ട ബജിയും ഒക്കെ ഈ ചട്നിയിൽ കൂട്ടി കഴിച്ചു. അതിനുശേഷം ഒന്ന് പുറത്തേക്കൊക്കെ നടക്കാൻ പോയി. ആദ്യം തന്നെ അവിടുത്തെ വിനായകൻ്റെ അമ്പലത്തിൽ പോയി. നമ്മൾ നേരത്തെ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടില്ലേ, ആ അമ്പലമാണ് ഈ അമ്പലം. അങ്ങനെ അവിടെയൊക്കെ തൊഴുതു. അതിനുശേഷം രാത്രി ഒരു കുഞ്ഞി സവാരി ഗിരിഗിരി എല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു ദേവിയുടെ അമ്പലമാണ്. അങ്ങനെ നടന്നു പോകും വഴി പിന്നെയും ഒരു 2 കൂട്ടുകാരെ കണ്ടു. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ കുറേ നടന്ന് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് എത്തി. ഇനി നമുക്ക് ബാംഗ്ലൂരിലെ രാത്രി കാഴ്ചകൾ ഒന്നുകൂടെ കാണാം. അങ്ങനെ നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മളിതാ ഈ കാണുന്ന ഈ ഷോപ്പിൽ നിന്നും ജ്യൂസ് കുടിച്ചു. ജ്യൂസും ഷേക്കും ഒക്കെ കുടിച്ചു. ഞാൻ കുടിച്ചത് അവക്കാഡോ ഷേക്കാണ്. അപ്പോൾ രാത്രി ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ അവക്കാഡോ ഷേക്ക് എത്തി. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ ഈ രാത്രി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ ഷേക്ക് കുടിച്ചു തീർക്കാം. ഇത് പാനിപ്പൂരി, ബേൽപൂരി, മസാൽപൂരി അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇനി പോകുന്നത് ദൊണ്ണെ ബിരിയാണി ഹൗസിലേക്കാണ്. ഇവിടെയാണ് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ഫേമസ് ആയ ദൊണ്ണെ ബിരിയാണി കിട്ടുന്ന സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് ദൊണ്ണെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു. പാർസലാണ് വാങ്ങുന്നത്. നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇലയിലാണ് നമ്മൾക്ക് ഈ ദൊണ്ണെ ബിരിയാണി തരിക. ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കുമ്പോൾ നമുക്കിവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ പാർസൽ വാങ്ങിയ ദൊണ്ണെ ബിരിയാണി വീട്ടിൽ പോയി കഴിക്കാം. ബിരിയാണി അങ്ങനെ പ്ലേറ്റിൽ വിളമ്പി. ഇതാണ് ദൊണ്ണെ ബിരിയാണി. ചിക്കൻ പീസ്, അതിൻ്റെ കൂടെ സാലഡ് ഉണ്ട്. ഇത് എക്സ്ട്രാ ഓർഡർ ചെയ്ത പെപ്പർ ചിക്കനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ആണെന്ന് തോന്നുന്നു. ആ ഗ്രേവിയും കൂട്ടി നമ്മൾ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു.
അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ ഡേയ്സിലെ പാർട്ട് 1. പാർട്ട് 2വിനായി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.